ഞങ്ങൾ ഈ പ്രവാസി ഭാര്യമാരുടെ ഒരു പ്രത്യേകത എന്താ അറിയോ? ഞങ്ങളുണ്ടല്ലോ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ അപ്പം അത് മൈൻഡിൽ നോട്ട് ചെയ്ത് വെക്കും. എന്തിനാന്നല്ലേ, കെട്ടിയോ നാട്ടിൽ വരുമ്പോൾ ഒന്നിച്ച് പോവാൻ. അപ്പോൾ പിന്നെ നമ്മുടെ സ്വന്തം തൃശ്ശൂർ ഒരു നെസ്റ്റോ വന്നു കഴിഞ്ഞാൽ പോവാണ്ടിരിക്കാൻ പറ്റുമോ? അപ്പം ഞാൻ വരുന്നത് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അതൊക്കെ മുന്നാടിയായിട്ട് പോകണം എന്നുള്ള ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സംഭവം അങ്ങനെ അത് വാങ്ങണം ഇത് വാങ്ങണം എന്നുള്ള ലക്ഷ്യത്തിലൊന്നല്ല, വെറുതെ ഒന്ന് കാണാൻ. കുറേ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവിടെ ദുബായിലൊക്കെ നെസ്റ്റോ 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 എന്ന്, പക്ഷേ ഇതുവരെ നേരിട്ട് കാണാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് എത്തി. പോണ വഴിക്ക് മോൻ ചെറുതായിട്ട് കാറിൽ നിന്ന് ഉറങ്ങി വീണു, തലയൊക്കെ പൊട്ടി സ്റ്റിച്ചൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സകലമാന മൂടും പോയിരിക്കുകയായിരുന്നു. എന്നാലും പറ്റാവുന്ന വിധത്തിലൊക്കെ ഒന്ന് തപ്പി പിടിച്ചു. അപ്പോൾ അതായി ഒരു ചീർപ്പ് എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഇപ്പോൾ ഈ 99 ഓഫറൊക്കെ നടക്കണ്ടല്ലോ, ആ ടൈമിലൊന്നല്ല കേട്ടോ, അതൊക്കെ മുന്നാടിയായിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഒരൊറ്റ ഓഫർ പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും വാങ്ങിയില്ല. ബാഗുകൾ ഒക്കെ കുറേ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും വാങ്ങിയില്ല. അതായി ഈ ഒരു ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. റേറ്റ് ഞാൻ കുറേ പാടുവെച്ച് നോക്കാൻ ശ്രമിച്ചു, പക്ഷേ നോക്കാൻ പറ്റിയില്ല. നല്ലൊരു പാർട്ടിക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ബാഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, പക്ഷേ വാങ്ങിയില്ല. അങ്ങനെ പിന്നെ ഇത് ഓഫറിൻ്റെ ബാഗായിരുന്നു. 259 രൂപയുടെ ബാഗ്സാണ്, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പിന്നെ ഞാൻ ഫുട്വെയറിൻ്റെ സെക്ഷനിലോട്ട് പോയി. അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. എനിക്ക് ഫുട്വെയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭ്രാന്തുള്ള കാര്യം കേട്ടോ. പക്ഷെ എന്നാലും ഇവിടെ നിന്നൊന്നും വാങ്ങിയില്ല. റേറ്റ് ഓവർ പ്രൈസ് ഒന്നല്ല, എന്നാലും റേറ്റ് കുറവും ഉണ്ടായിരുന്നില്ലാത്തത് കൊണ്ട് ഞാനൊന്നും വാങ്ങിയില്ല. അങ്ങനെ പിന്നെ ഡ്രസ്സ്, ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രസ്സ് ഉണ്ടല്ലോ, ഞങ്ങൾ നെസ്റ്റോയിൽ പോകുന്നതിന് മുമ്പ് കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് SM സ്ട്രീറ്റിൽ അവിടെ പോയപ്പോൾ സെയിം സംഭവം അവിടെ എടുക്കുന്നുണ്ടായിരുന്നു, പക്ഷേ റേറ്റ് നോക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ കുറേ ഇങ്ങനെ ചുറ്റി നടന്ന് ഞങ്ങളിങ്ങനെ കണ്ടു. എന്തോ ഒന്നും വാങ്ങാൻ തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരെ പോയത് താഴത്തെ ഫ്ലോറിലോട്ട് പോയി. ഐറ്റംസിൻ്റെ സെക്ഷനിലേക്കാണ്. ഒന്നുമില്ല, അമ്മായി നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ റേറ്റ് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. അത് കഴിഞ്ഞതാ എൻ്റെ ഫേവറേറ്റ് സെക്ഷനിലോട്ട് വന്നിട്ടുണ്ട്. ഒന്നും വാങ്ങിയില്ലെങ്കിലും ഇവിടെ 2 റൗണ്ട് നടന്നു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിന് പകുതി സമാധാനം കിട്ടും. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ അപ്പം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും വാങ്ങാൻ കിട്ടുമോ നോക്കിയിട്ട്. അങ്ങനെ ലാസ്റ്റ് കുറച്ച് ബുക്സ് വാങ്ങി. ബുക്സ് എന്നും എൻ്റെ ഒരു വീക്ക്നെസ് ആണ്, എവിടെ ഞാൻ കണ്ടാലും വാങ്ങിക്കും. പഠിക്കുന്ന കാലത്ത് ഇത്ര ബുക്സ് ഞാൻ വാങ്ങിയിട്ടില്ല, പക്ഷെ ഇപ്പം എന്തോ ബുക്ക് അഡിക്റ്റാണ് ഇപ്പം ഞാൻ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ആ ബുക്സ് മാത്രമേ എടുത്തുള്ളൂ. പിന്നെ നേരെ ഗ്രൗണ്ടിലേക്ക് പോയി. അവിടെ കുറച്ച് പൂക്കളൊക്കെ കണ്ടപ്പോൾ മേരെ കെട്ടിയവൻ അവിടെ നിന്ന് കുറച്ച് കസർത്തുകളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടുന്ന് എന്തൊക്കെയോ അൽക്കുലത്തെ സാധനങ്ങൾ കാര്യമായിട്ടൊന്നും വാങ്ങിയില്ല. അതൊക്കെ വാങ്ങി അങ്ങനെ ഇറങ്ങിപ്പോന്നു. അത്രേ ഉള്ളൂ. നെസ്റ്റോ അങ്ങനെ കണ്ടു, സമാധാനമായി. അങ്ങനെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.